വെൽക്കം ടു പോസിറ്റീവ് വൈബ്സ് ഓർ പോസിറ്റീവ് ലൈഫ്. ജീവിതത്തിൽ വിജയിക്കണമെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളെ എടുത്ത് നോക്കിയാൽ അവർക്കെല്ലാം അവർ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു മോർണിംഗ് റൊട്ടീൻ ഉണ്ടായിരുന്നെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതായത് അവരെല്ലാവരും തന്നെ അതിരാവിലെ എഴുന്നേറ്റ് അവരുടെ സക്സസ്സിന് വേണ്ടി, അവരുടെ ലൈഫിന് വേണ്ടി കുറച്ച് കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ജീവിതത്തിൽ സക്സസ്ഫുൾ ആകാൻ വേണ്ടിയിട്ട് രാവിലെ 8 മണിക്ക് മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ട 6 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഒന്നാമതായിട്ട് രാവിലെ നേരത്തെ എഴുന്നേൽക്കുക. നേരത്തെ എന്ന് വെച്ചാൽ രാവിലെ ഒരു 4:30ക്കും 6 മണിക്കും ഇടയ്ക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്കൊരു സമയം സെലക്ട് ചെയ്യാം. ഈ ഒരു സമയം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ടുള്ള സമയമാണ്. നമ്മുടെ ബ്രെയിൻ ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കുന്ന സമയം. കുട്ടികളൊക്കെ ഈ ഒരു സമയത്ത് എഴുന്നേറ്റിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ അവർക്കത് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും. എഴുന്നേറ്റാൽ ആദ്യം തന്നെ നിങ്ങൾ നന്നായിട്ടൊന്ന് ചിരിച്ച് 2 പോസിറ്റീവ് അഫോർമേഷൻസ് ഒക്കെ പറയാനായിട്ട് ശ്രദ്ധിക്കുക. അതായത്, ഈ ഒരു ദിവസം എൻ്റെ ലൈഫിലെ ഏറ്റവും നല്ല ദിവസമാണ്. ഇന്നെൻ്റെ ലൈഫിലേക്ക് വരുന്ന എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്യാനായിട്ട് എനിക്ക് പറ്റും. എന്തൊക്കെ പ്രോബ്ലംസ് വന്നാലും അതൊക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഞാൻ കോൺഫിഡൻ്റ് ആണ്. ഇങ്ങനെ 2-3 സെൽഫ് അഫോർമേഷൻസ് പറയുക. അതുപോലെ ഒരു 2 ഗ്ലാസ് ചെറു ചൂടുവെള്ളം കുടിക്കുക. ഇത് നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസ് ഒക്കെ പെട്ടെന്ന് തന്നെ ആക്റ്റീവ് ആകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. രണ്ടാമതായിട്ട്, നിങ്ങൾ നേരത്തെ എഴുന്നേറ്റ് ആദ്യത്തെ ആ ഒരു മണിക്കൂറിൽ ഒരു 20 മിനിറ്റ് സമയമെങ്കിലും നിങ്ങളുടെ മനസ്സിന് വേണ്ടി കൊടുക്കുക. നിങ്ങളുടെ മൈൻഡിനെ നന്നായിട്ടൊന്ന് കാം ചെയ്യാനും ആ ഒരു ദിവസത്തെ ഫുൾ എനർജി നേടിയെടുക്കാനും ഒക്കെ ഈ ഒരു 20 മിനിറ്റ് സമയം നമുക്ക് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാം, അതല്ലെങ്കിൽ യോഗ ചെയ്യാം, ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാം. ഇങ്ങനെ എന്ത് ചെയ്തിട്ടാണെങ്കിലും നിങ്ങളുടെ മൈൻഡിനെ നല്ല കാമായി സ്ട്രെസ് ഫ്രീ ആയിട്ട് നിർത്താൻ വേണ്ടി എന്തെങ്കിലും ഒന്ന് 20 മിനിറ്റ്സിലേക്ക് നിങ്ങൾ ചെയ്യുക. മൂന്നാമതായിട്ട്, ഡെയിലി രാവിലെ ഒരു അരമണിക്കൂറെങ്കിലും നമ്മുടെ ശരീരം വിയർക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു എക്സസൈസ് ചെയ്യുക. നിങ്ങൾക്ക് യോഗ ചെയ്യാം, വർക്കൗട്ട് ചെയ്യാം, അല്ലെങ്കിൽ മോർണിംഗ് വാക്കിന് പോകാം. ഇങ്ങനെ നമ്മുടെ ശരീരം വിയർക്കുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യുക. ഒരിക്കലും നമ്മൾ വണ്ണം കുറയ്ക്കാൻ വേണ്ടിയല്ല എക്സസൈസ് ചെയ്യേണ്ടത്. എക്സസൈസ് ചെയ്യുന്നത് കൊണ്ട് വേറെ ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിനുണ്ട്. നമ്മുടെ ശരീരത്തിലെ ഹാപ്പി ഹോർമോൺസിൻ്റെ ഉൽപ്പാദനം കൂടുകയും അതുപോലെ കൂടുതൽ ആക്റ്റീവായിട്ടിരിക്കാനും കൂടുതൽ എനർജി കിട്ടാനും ഒക്കെ ഈ ഒരു ഡെയിലി എക്സസൈസ്, രാവിലെ തന്നെ ചെയ്യുന്ന ഈ ഒരു എക്സസൈസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ആ ഒരു ദിവസത്തേക്ക് വേണ്ട ഫുൾ എനർജി ഈ ഒരു എക്സസൈസിൽ നിന്ന് നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് പറ്റും. നാലാമതായിട്ട്, നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് കുറച്ച് സമയം ഒന്ന് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കുക. അതായത്, നിങ്ങൾ നന്ദി പറയുക. നമുക്ക് കിട്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നന്ദിയുള്ളവരായിരിക്കുക. ഈ രാവിലെയുള്ള സമയം നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡൊക്കെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലൊരു സമയമാണ്. നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതാം. അതായത്, എനിക്ക് ഈ ഒരു കാര്യം കിട്ടിയതിന് നന്ദി, അല്ലെങ്കിൽ ഇന്നൊരു നല്ല പ്രഭാതം കാണാനായിട്ടുള്ള അനുഗ്രഹം കിട്ടിയതിന് നന്ദി. അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ കിട്ടിയിരിക്കുന്ന ഓരോ ചെറിയ കാര്യങ്ങൾക്കും നിങ്ങൾ നന്ദി പറയുക. ഇങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ നിങ്ങൾ രാവിലെ എഴുതുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് ബ്ലെസ്സിങ് വന്നുകൊണ്ടിരിക്കും. അത് നിങ്ങൾ എഴുതിയൊന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യണമെന്ന് തോന്നില്ല. ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഡെയിലി രാവിലെ ഒരു 10 മിനിറ്റെങ്കിലും നിങ്ങൾ മാറ്റിവെക്കാനായിട്ട് ട്രൈ ചെയ്യുക. അഞ്ചാമതായിട്ട്, നിങ്ങൾ അന്നത്തെ ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ വ്യക്തമായി ഒന്ന് പ്ലാൻ ചെയ്യുക. ഒരു ടു ഡു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ടു ഡു ലിസ്റ്റ് ഒന്നെങ്കിൽ നിങ്ങൾക്ക് രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് തന്നെ തയ്യാറാക്കി വയ്ക്കാം, അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ഈ ഒരു എക്സസൈസ് ഒക്കെ ചെയ്തതിന് ശേഷം ഒന്ന് ഫ്രഷായി ഇരുന്നിട്ട് നിങ്ങൾക്ക് ആ ദിവസം ചെയ്യാനുള്ള കാര്യങ്ങൾ ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് വയ്ക്കുക. കാര്യങ്ങളെല്ലാം നമ്മൾ നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം നമുക്ക് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ടും പറ്റും. അപ്പോൾ അന്നത്തെ ദിവസത്തെ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് പ്രയോറിറ്റി അനുസരിച്ച് എഴുതി വയ്ക്കാം. ഞാൻ ആദ്യം എന്തൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന് എൻ്റെ ഡ്രീമിന് വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ വ്യക്തമായിട്ട് തന്നെ നിങ്ങൾ ഒരു പേപ്പറിലേക്ക് എഴുതി വയ്ക്കുക. ആറാമതായിട്ട്, ഈ ഒരു മോർണിംഗ് ടൈമിൽ നിങ്ങൾക്ക് പുതിയതായിട്ട് എന്തെങ്കിലും പഠിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റിവെക്കാം. നല്ല നല്ല ബുക്കുകൾ വായിക്കാനായിട്ട് ഈ സമയം യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ സബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള നോളജൊക്കെ കൂടുതൽ വികസിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സമയം യൂസ് ചെയ്യാം. അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഹെൽപ്ഫുൾ ആകും. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ മാക്സിമം മൊബൈൽ ഫോണൊന്ന് മാറ്റി വെച്ചേക്കുക.
കാരണം ഫോൺ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി സോഷ്യൽ മീഡിയ ഒക്കെ സ്ക്രോൾ ചെയ്ത് ഒരുപാട് നെഗറ്റിവിറ്റി നമ്മുടെ ഉള്ളിലേക്ക് വരും. ഈ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു മോർണിംഗ് ടൈമിൽ ഒഴിവാക്കി വിടുക. ഇപ്പോൾ രാവിലെ പത്രം വായിക്കുന്ന ശീലമൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ മാക്സിമം അത് ഒരു 11 മണിക്ക് ശേഷം ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. കാരണം രാവിലെ എഴുന്നേറ്റ ഉടനെ നമ്മൾ ആ ഒരു പത്രം തുറന്ന് നോക്കിയാൽ ഒരു 90% ന്യൂസും നെഗറ്റീവ് ടച്ച് ഉള്ളതായിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് ഈ ഒരു സമയത്ത് കിടക്കുന്നത് ഒട്ടും നല്ലതല്ല. പിന്നെ നിങ്ങൾ രാവിലെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്നുള്ളതാണ്. ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ ബ്രെയിൻ ഫുഡ് എന്ന് പറയും. കാരണം രാത്രിയിൽ ഒരു 8-9 മണിക്കൂർ നമ്മൾ ഫുഡ് കഴിക്കാതെ ഫാസ്റ്റിങ്ങിലിരുന്നിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് ആദ്യം നമ്മൾ കൊടുക്കുന്ന ഫുഡാണ്. അപ്പോൾ അത് മാക്സിമം പ്രോട്ടീൻ റിച്ച് ആയിരിക്കാനായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക. ഒരിക്കലും നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാനായിട്ട് പാടില്ല. ഞാനീ പറഞ്ഞ 6 കാര്യങ്ങൾ നിങ്ങൾ ഡെയിലി ഒരു 8 മണിക്ക് മുമ്പായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് ഒരുപാട് ഇമ്പ്രൂവ് ആകും. അതായത് അതിരാവിലെ എഴുന്നേൽക്കുക, നല്ലൊരു പോസിറ്റീവ് അഫോമേഷനൊക്കെ പറഞ്ഞ് പോസിറ്റിവിറ്റിയോടുകൂടി നിങ്ങളുടെ ദിവസം ആരംഭിക്കുക. രാവിലെ ചെറു ചൂടോടുകൂടി 2 ഗ്ലാസ് വെള്ളം കുടിക്കുക. അതുപോലെ നിങ്ങൾ ഡെയിലി ഒരു 20 മിനിറ്റെങ്കിലും മെഡിറ്റേഷൻ, ബ്രീത്തിങ് എക്സസൈസ് ഇതെന്തെങ്കിലും ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. നമുക്ക് ഫുൾ ആക്റ്റീവായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 20 മിനിറ്റ്സ് എങ്കിലും നല്ല രീതിയിൽ ശരീരം വിയർക്കുന്ന രീതിയിൽ എക്സസൈസ് ചെയ്യുക. അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളുടെ ദിവസത്തെ പ്ലാൻ ചെയ്യുക. പുതിയ പുതിയ അറിവുകൾ നേടാനായിട്ട് കുറച്ച് സമയം നിങ്ങൾ മാറ്റിവെക്കുക. ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ രാവിലെ ഒരു 8 മണിക്ക് മുമ്പായിട്ട് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം. ബൈ.